ഇതേ ഇന്നത്തെ ഒരു പത്രവാർത്തയാണ്. ഉയരപ്പാതയിലുണ്ടായത് വൻ ഗർത്തം. എഡൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് 40 വർഷത്തിലേറെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത ആളാണ്. 28 നില ബാങ്കിൻ്റെ പണി, അതുപോലെ ഒരുപാട് പാലങ്ങൾ, റോഡുകൾ, അവിടത്തെയൊക്കെ നിർമ്മാണങ്ങളിൽ ഇതുപോലെ അപകടങ്ങൾ എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു അവിടുത്തെ നിർമ്മാണ രീതികൾ? ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നമ്മൾ ഏതൊരു കൺസ്ട്രക്ഷൻ നടക്കണമെങ്കിലും ആദ്യം അവിടുത്തെ മണ്ണ് പരിശോധനയാണ് മുഖ്യ ഘടകം. മണ്ണ് ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ 4 ഭാഗത്തു നിന്നും നടുക്കുന്നും ഡ്രില്ല് ചെയ്ത് മണ്ണിൻ്റെ സാമ്പിൾ എടുക്കും. ഓരോ മീറ്ററിൽ അതിൻ്റെ പ്രഷർ ടെസ്റ്റ് ചെയ്യും. പിന്നെ ആ സാമ്പിൾ കൊണ്ടുപോയി ലാബിൽ ചെക്ക് ചെയ്യും. ഇതിനൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ ചെയ്യുക. എത്ര മീറ്റർ പയൽ വേണം, എത്ര ഡയ വേണം, കമ്പി എത്ര വേണം എന്നൊക്കെ. അപ്പോൾ അവിടുത്തെ മണ്ണ് പരിശോധന മെയിൻ ഘടകമാണ്. മണ്ണ് പരിശോധിക്കാതെ ഒരു കൺസ്ട്രക്ഷൻ അവിടെ നടക്കില്ല. പിന്നെ എന്തെങ്കിലും ചെറിയൊരു അപാകത വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺസൾട്ടൻറ്റിനെ പിടിച്ച് അകത്തിടും, ജയിലിലിടും. അപ്പോൾ അത് കാരണം അവർ ഈ കൈക്കൂലിയൊന്നും മേടിക്കില്ല. അവർ ഒക്കെ മില്ലി ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ. അതാണ് അവിടുത്തെ മെയിൻ ഘടകം. മണ്ണ് പരിശോധനയാണ് മുഖ്യം. ഇവിടെ നമ്മളെ നാട്ടിൽ മണ്ണ് പരിശോധനയല്ല കണ്ട് കുറേ മണ്ണ് അതിൻ്റെ മുകളിൽ കൊണ്ടിടും, എന്നിട്ട് റോളർ ഓടിക്കും. അതിൻ്റെ അടിയിൽ എന്താണെന്നുള്ള ആർക്കൊന്നും അറിയില്ല, ടെസ്റ്റ് ചെയ്യില്ല. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ മന്ത്രിമാർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. മന്ത്രിമാർക്ക് നല്ല അതിവിദഗ്ധ എഞ്ചിനീയർമാർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അവർ കൈക്കൂലി മേടിച്ചിട്ട് അതിൻ്റെ പിന്നിൽ പോകും. പിന്നെ ആരെന്തായാലും പൊളിഞ്ഞാലെന്താ, പൊളിഞ്ഞില്ലെന്താ. നമ്മളെ നാട്ടിൽ അതിവിദഗ്ധരായ എഞ്ചിനീയർമാരുണ്ട്. ഗൾഫിനേക്കാൾ നല്ല നല്ല കൺസ്ട്രക്ഷൻ നടക്കുന്ന എഞ്ചിനീയർമാരുണ്ട് ഇവിടെ. അപ്പോൾ ട്രെയിനായാലും കൊങ്കൺ പാതയായാലും പാലങ്ങളായാലും ഒക്കെ അതിവിദഗ്ധമായ എഞ്ചിനീയർമാരുണ്ട്. അവിടെ നിന്ന് ഇത് വരുത്തേണ്ട കാര്യം അവരൊക്കെ മണ്ണ് പരിശോധിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളെ കേരളത്തിലെ റോഡല്ലേ, അതിന് മുകളിൽ കുറേ മണ്ണിട്ട് കുറച്ച് ടാറിട്ടാൽ റോഡായി. അതാണ് കാര്യം, വേറൊന്നുമില്ല. പോരെ പാലം പണിതുണ്ട്. ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ ഇവിടെ കായംകുളത്ത് താപനിലത്തിൻ്റെ പണി ചെയ്യുന്നുണ്ട്. അതും ചതുപ്പ് നില. അവിടെ ഡൈനാമിക് കമ്പക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ നല്ല നല്ല കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലാതൊന്നുമില്ല. കൈക്കൂലി ഒഴിവായാൽ നമ്മുടെ നാട്ടിലെ കൺസ്ട്രക്ഷൻ ഇതായിട്ട് വരില്ലേ. ഇവിടെ കൈക്കൂലിയല്ലേ മെയിൻ. കോൺട്രാക്ടർക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? നല്ല നല്ല പണി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലുണ്ട്. ഗൾഫിലാകുമ്പോൾ കള്ളപ്പണി ചെയ്യാൻ പറ്റില്ല. അഥവാ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പിടിച്ചകത്തുള്ളൂ. അപ്പോൾ അവർക്ക് പേടിയുണ്ട്. ഗവൺമെൻറ് അവരെ പിടിച്ച് അതിൻ്റെ കൺസൾട്ടൻറ്റിനെ പിടിച്ചകത്തുള്ളൂ. എന്ത് നിസ്സാരൊരു പാട്ട് കണ്ടാൽ അപ്പോൾ പിടിച്ചകത്തുള്ളൂ. ഇവിടെ അതില്ല. ഇവിടെയൊക്കെ കൈക്കൂലിയും രാഷ്ട്രീയമാണ്. നല്ല അതിവിദഗ്ധമായ എഞ്ചിനീയർമാരും ടെക്നീഷ്യന്മാരും നമ്മുടെ നാട്ടിലുമുണ്ട്. ഗൾഫിലും ചെയ്യുന്നത് അവർ തന്നെയാണ്. നമ്മളെ കേരളത്തിലെ മലയാളികളുടെ ഭൂരിഭാഗം അവിടെ ഒന്നും അവർ കൈക്കൂലിയൊന്നും മേടിക്കുന്നില്ല. അത് കാരണം അവിടുത്തെ ജോലി കറക്റ്റാണ്. അവർ ചോദിക്കുന്ന ശമ്പളം കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. പിന്നെ അവർക്ക് എന്തിനാ കൈക്കൂലി ആവശ്യം? ഇവിടെ അതില്ല. ഇവിടെ കൈക്കൂലിയാണല്ലോ മെയിൻ. അതാണ് കാര്യം. പിന്നെ സർക്കാരിൻ്റെ നികുതി പണമല്ലേ, ആർക്കും എന്തും ചെയ്യാമല്ലോ. അവിടെ പിന്നെ നികുതി പണമല്ല, അവിടുത്തെ സർക്കാരിൻ്റെ പൈസയാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന കാശ് കൊടുക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും അപാധം വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചകത്തിടും. ആരും വിട്ടുവീഴ്ചയില്ല.